Hi guys, welcome back to our movie review. റിവ്യൂ അല്ല, ഒപ്പീനിയൻ. നമ്മളുടെ ഒപ്പീനിയൻ. നമ്മളെ റിവ്യൂ ആയിട്ട് ആരും പോയെന്നിരിക്കരുത്. നിങ്ങൾ എന്തായാലും പോണം. നമ്മളുടെ ഒപ്പീനിയൻ മാത്രമാണ്, അത് വ്യത്യസ്തമായിരിക്കും. അപ്പൊ ഇന്ന് നമ്മൾ ഒപ്പീനിയൻ പറയാൻ പോകുന്ന സിനിമ കൂലി. ലോകേഷ് കനകരാജിന്റെ കൂലി. രജനീകാന്തിന്റെ കൂലി. സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ കൂലി. ഇതൊരു ലോകേഷിനെക്കാളും കൂടുതൽ രജനീകാന്ത് എന്നുള്ളതിലായിരിക്കും ആൾക്കാർ കുറച്ചും കൂടി. ഞാൻ ലോകേഷ് എന്നുള്ളൊരു ഇതിൽ തന്നെയാണ് ഞാൻ പോയത്. ഞാൻ രജനീകാന്ത് എന്നുള്ളതിലാണ്. രജനീകാന്ത് എന്നുള്ള ഇതിലാണ് ഞാനും ലോകേഷും രജനീകാന്ത്. ആ ഒരു കോംബോ ഉണ്ടല്ലോ, ആ ഒരു കോംബോ ഇത്രയും എക്സ്പെക്ടേഷൻ. പിന്നെ രജനീകാന്തിന്റെ ലാസ്റ്റ് പടം ജയിലർ പോലെയൊക്കെ അങ്ങനെയൊക്കെ ഉപയോഗിക്കും. പിന്നെ ലോകേഷും കൂടെ വരുമ്പോ ഒരു ലോകേഷിന്റെ ഫിലിമോഗ്രാഫിയിൽ നല്ല പടങ്ങളല്ലേ, അത്രയും നല്ല പടങ്ങളുള്ള ഒരു ഡയറക്ടർ അല്ലേ. അപ്പോഴും രജനീകാന്ത് വയ്ക്കുമ്പോഴും അതിനേക്കാൾ മേലെ പോകുന്നു വിചാരിച്ചാൽ. പുള്ളി തന്നെയാണ് എഴുതിയത്, രജനീകാന്തിനെ വെച്ചിട്ട് പുള്ളി തന്നെയാണ് എഴുതിയിട്ടുള്ളത്. അപ്പം അതിന്റെ ഒരു എക്സ്പെക്ടേഷൻ കൂടെ ഉണ്ട് പടത്തിന്. പക്ഷെ എനിക്ക് തുടക്കം വന്നപ്പോ എനിക്ക് ഭയങ്കര കോൾഡ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. എനിക്ക് ഇവരുടെ രണ്ടും കോംബോ ആയപ്പോഴത്തേക്കും, പിന്നെ അനിരുദ്ധം മ്യൂസിക് കൂടിയൊക്കെ ഞാൻ വിചാരിച്ചു ഭയങ്കര ഹൈപ്പ് ഇതായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ എനിക്ക് ആ സ്റ്റാർട്ടിങ്ങില് ഒരു തോന്നി, എന്തോ ഒരു ഏച്ചുകെട്ടിയിലേക്ക് ഇടയ്ക്ക് തോന്നി. പുള്ളിയുടെ ഒരു ഇൻട്രോ ആണെങ്കിലേ ആ ഒരു ഇത് ഡൗൺ പോലെ എനിക്ക് തോന്നി. അത് ഇപ്പം രജനീകാന്ത് എന്തോ കിടിലമാണെന്നുള്ള ഒരു സാധനം ഉണ്ടല്ലോ, ഇതിൽ ഭയങ്കര ഒരു കിടിലമാണ്. എന്ന് വെച്ചാൽ രജനീകാന്ത് സാധാരണ രീതിയിൽ നടക്കണമെങ്കിലും ഒരു ഭാഷ ലൈൻ, പക്ഷെ അതിനൊരു ആ ഒരു ഇമ്പാക്ട് ഇല്ലേ, ഭയങ്കര ഒരു ഭാഷാ ലൈനാണ്. അങ്ങനെ നമുക്ക് വേറെ മറ്റേ ജയിലറിലൊക്കെ ഭയങ്കര രീതിയിൽ തോന്നും. ഇതിലങ്ങനെ ഒരു ഓറയുണ്ട്, ഭയങ്കര ഒരു ഓറയാണ് ഇതിലെന്ന് പറഞ്ഞാൽ. ആദ്യമേ പുള്ളിയുടെ ഇൻട്രൊഡക്ഷൻ തന്നെ വളരെ നമുക്ക് അത്ര കൈയടിക്കണ്ടേ എന്നുള്ള രീതിയിലാണ് ആൾക്കാർ വരുന്നത്. നമ്മൾ 6 മണിക്കുള്ള ഫാൻസിന്റെ അല്ല, പക്ഷെ എല്ലാരും എക്സ്പെക്ടേഷനോട് കൂടി വന്നൊരു ഇതാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു ഇൻട്രോ ഒക്കെ കാണുമ്പോ എല്ലാരും ഭയങ്കര കൈയടിക്കുന്ന ഒരു സംഭവം. ഇത് ഒഫീഷ്യൽ ഫാൻ ഷോ അല്ലെങ്കിൽ ഇത് ഫാൻസ് തന്നെ ആയിരിക്കും വന്നിട്ടുള്ളത്. 6 മണിക്ക് ഫാൻസ് തന്നെ. രജനീകാന്തിനെ കാണിച്ചപ്പോ എല്ലാരും ഇങ്ങനെ അടിക്കണ്ടേ കാര്യം ഇത്ര പെട്ടെന്ന് കാണിക്കൂ ആ ഒരു സംഭവം. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഒരു ഡാൻസും പാട്ടൊക്കെയാണ്. അപ്പം അതിൽ തന്നെ ഓറ സത്യം തന്നെ പോയി ഇല്ലേ. ആ ഒരു ആവശ്യമില്ലാതെ ഒരു സാധനം കുറച്ച് അവിടുത്തെ മെയിൻ ആണ്. പക്ഷെ മെയിൻ ആയിട്ട് കാണിക്കണം നമ്മൾ, അത് ഓർഗാനിക് ആയിട്ട് മെയിൻ കാണിക്കണം. ഇത് പെട്ടെന്ന് തന്നെ മെയിനായി, അതാണ് ഒരു സംഭവം. പിന്നെ കൈയടിക്കാൻ പറ്റിയ സീൻസ് എനിക്ക് തോന്നുന്നു കന്നഡയിലും തെലുങ്കിലും കാണും. അവർക്ക് രണ്ടുപേരും വരുമ്പോൾ, ഈ നാഗാർജുനയും ഉപേന്ദ്രയും വരുമ്പോൾ, അവർ രണ്ടുപേരും വരുമ്പോൾ നാഗാർജുന ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടാണ് പറഞ്ഞത്. അവര് ഇൻട്രോയ്ക്ക് അവിടെ ഉള്ളവർക്ക് നല്ല കൈയടി ആയിരിക്കും എന്ന് തോന്നുന്നു. മലയാളിയൊക്കെ അടി പട്ടി അടി. പിന്നെ സൗബിന് ഇവിടെ കൈയടി ഉണ്ടായിരുന്നു. എന്നാലും ആ ഒരു കൈയടിക്കാനുള്ള ഒരു ഭയങ്കര ഫീലുള്ള ഒരു തണുത്തൊരു സ്റ്റാർട്ടിങ് അല്ല. സത്യം പറഞ്ഞാൽ ബാബുരാജ് ഇടയ്ക്ക് വന്നല്ലോ, അപ്പോഴൊരു കൈയടി വന്നു. പക്ഷെ ബാബുരാജിന് അടി മാത്രം. ഒരു ഡയലോഗ് പോയിട്ട് ഒരു മൂളക്കം മാത്രമേ ഉള്ളൂ ബാബുരാജിന്. മൂളക്കം ഇല്ല. പക്ഷെ സൗബിന്റെ ക്യാരക്ടർ പക്ഷെ കൂട്ടത്തില് ഭയങ്കര രസമായിരുന്നു. ഭയങ്കര രസവും. എനിക്ക് സൗബിനാണ് കുറച്ച് രജനീകാന്തിനെ കാട്ടി ഉണ്ടായിരുന്നു. സൗബിനാണ് കുറെ ക്യാരക്ടർ ഡെപ്തും നല്ല രീതിയിൽ. സൗബിന്റെ ക്യാരക്ടറാണ് മുഴുവൻ നമ്മളെടുത്തൊരു ഇതായിട്ടൊരു നല്ല രീതിയിൽ കുറച്ചുകൂടി എഴുതിയിട്ടുള്ളത്. പുള്ളിയുടെ ക്യാരക്ടർ നമുക്ക് മനസ്സിലാവും ഇങ്ങനെയാണെന്നുള്ളത്. പക്ഷെ രജനീകാന്തിന്റെ ഒരു ബാക്ക് സ്റ്റോറി ഒക്കെ പറയുമ്പോൾ അത് കുറച്ച് ലേറ്റ് ആയല്ലോ തോന്നിയിട്ടുണ്ട് എനിക്ക്. ആ ഒരു കണക്ഷൻ നമുക്ക് ഫീൽ ചെയ്യൂല. പുള്ളിയുടെ ഫ്രണ്ട് സത്യരാജുമായിട്ടുള്ള ഒരു കണക്ഷൻ ഒന്നും ചില സമയത്ത് നമുക്ക് അത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റിയിട്ടില്ല. സത്യരാജിന് ഡെപ്ത് ഇല്ലാത്ത ക്യാരക്ടർ. സത്യരാജിന് ഇത് കൊടുത്തില്ല, വലിയ സ്ക്രീൻ ടൈം കൊടുത്തില്ല. ഡയലോഗ് സംസാരിക്കാൻ പോലുള്ള ഇത് കിട്ടിയില്ല. പിന്നെ ലോകേഷ് കനകരാജിന്റെ സിനിമ ആകുമ്പോൾ കൂടുതൽ പേര് വിചാരിക്കുന്നത് ഭയങ്കര ഇമോഷൻ കണക്ഷൻ ഉണ്ടല്ലോ. സാധാരണ ഈ കൊച്ചുകുട്ടികളെയാണ് പുള്ളി ഉപയോഗിക്കാറുള്ളത്. പക്ഷെ ആ ഒരു സാധനം ഇതിലില്ലായിരുന്നു. എന്ന് വെച്ചാൽ ഇമോഷണൽ കൊണ്ടുവരാനൊക്കെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളെ അങ്ങോട്ട് അങ്ങനെ ഒരു ഭയങ്കരമായിട്ട് സിനിമയുടെ അകത്ത് എന്ത് സംഭവിക്കുമെന്ന് ഒരു സാധനം ഉണ്ടല്ലോ, അകത്ത് അങ്ങനെ ഒരു സാധനം ഇല്ലായിരുന്നു. നമുക്ക് അതിന്റെ കൂടെ നമ്മൾ ഇങ്ങനെ വിചാരിക്കും ഇത് ഇങ്ങനെ സംഭവിച്ചാൽ കൊള്ളാന്ന് വിചാരിക്കും. പക്ഷെ ആ ഒരു സാധനം ചിലയിടത്തൊന്നും കിട്ടണില്ല. അത് ഫീൽ ആവണില്ല. അതെനിക്കൊരു റൈറ്റിംഗിന്റെയും കൂടി പ്രശ്നമാണ്. റൈറ്റിംഗ് വീക്കാണ്. പക്ഷെ എങ്കിലും സിനിമ ചില സ്ഥലങ്ങളിൽ ചില പോയിന്റിലൊക്കെ കുറച്ച് രസമുണ്ട്, ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം രജനീകാന്തിന്റെ ഒരു പടം എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു ഭയങ്കര സ്റ്റാറാണ്, ഇത്രയും ആൾക്കാരുണ്ട്,
വലിപ്പിച്ചുകൊണ്ടുവരാൻ പാടാണ്. ചില സമയത്ത് ഫ്ലോപ്പ് ആയി കഴിഞ്ഞാൽ മൊട്ട ഫ്ലോപ്പ് ആയിരിക്കും. പക്ഷെ അങ്ങനെ ഒരു സാധനം വെച്ച് എനിക്ക് സ്റ്റാർട്ടിങ് വെച്ച് നോക്കുമ്പോഴത്തേക്കും അങ്ങനെ ഭയങ്കര അട്ടർ ഡിസപ്പോയിന്റഡ് ഒന്നും അല്ല. അവിടെ ഇവിടെയൊക്കെ ഉണ്ട് സാധനം. ഇന്റർവെലിന് തൊട്ട് മുന്നേ വരെ സത്യം പറഞ്ഞാൽ ആ ഒരു സമയത്ത് കിടിലാണ്, ഭയങ്കര ഹൈയിലാണ് പോണത്. ആ ഒരു ട്വിസ്റ്റ് ഉണ്ടല്ലോ, അതൊക്കെ സത്യം പറഞ്ഞാൽ അത് ഹൈ ആയിരുന്നു. നമുക്ക് അടുത്ത സെക്കൻഡ് ഹാഫ് എന്താവും എന്നുള്ളൊരു ക്യൂരിയോസിറ്റി ഒക്കെ വരുന്ന ഒരു സാധനം ആണ്. ഇന്റർവെൽ സമയത്ത് നമുക്ക് പറഞ്ഞ പോലെ തോന്നും ഈ പടത്തിലുണ്ട്, ചിലപ്പോ ഇനി ഇത് ക്യാരി ചെയ്ത് പോകും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ അത് അവസാനമൊക്കെ ആയപ്പം ഭയങ്കര ഡിസപ്പോയിന്റ്. സൗബിൻ റിലേറ്റഡ് ആയിട്ട് അവസാനം ഒരു ട്വിസ്റ്റ് ഉണ്ടല്ലോ, പക്ഷെ ആ സാധനം വലിയൊരു ഇമ്പാക്ട് എനിക്ക് കിട്ടിയില്ല. ഒരു ഇമ്പാക്ട് കിട്ടിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. ട്വിസ്റ്റ് ഉണ്ട്, ട്വിസ്റ്റ് നമ്മള് ഫീൽ ചെയ്യാത്ത ട്വിസ്റ്റ് ആണ്. എനിക്ക് അത് ഞാൻ വിചാരിക്കാത്ത ട്വിസ്റ്റുകളായിരുന്നു ഒന്ന് രണ്ടെണ്ണമൊക്കെ. പക്ഷെ എന്നാലും അങ്ങനെ ഒരു അങ്ങനെ ഒരു ഇതൊന്നും തോന്നിയില്ല. അത്രേ തോന്നിയുള്ളൂ. പിന്നെ ഇതില് കൊള്ളാവുന്ന തോന്നുന്നത് മറ്റേ പഴയ കാലം കാണിച്ചത് നല്ല രസമായിരുന്നു. സൂപ്പർ, നല്ല അത് ഇമ്പാക്ട് നല്ല രീതിയിലുണ്ട് ആ പടത്തില് അല്ലേ. പിന്നെ നല്ല ഒറിജിനാലിറ്റി ഉണ്ട്, പിന്നെ നല്ല എനർജി. രജനീകാന്ത് പഴയ ഒരു അത്രയും കൺവിൻസിങ്. ആ സിനിമയിൽ ആ സീൻസ് ആയിരുന്നു ഏറ്റവും ബെസ്റ്റ്. അതിന്റെ ഒരു ട്രാൻസിഷൻ ഉണ്ട്, ഒരു പഴയതും പുതിയതായിട്ടുള്ള സെയിം ഒരു സ്റ്റൈൽ. ഇങ്ങനെ പുള്ളിയുടെ ഒരു ബീഡി അത് ഭയങ്കര രസമല്ലേ. പക്ഷെ എനിക്ക് ഇതിലാണ് കുറച്ച് രജനീകാന്ത് അടിപൊളിയായിട്ടുണ്ട്. രജനീകാന്ത് നല്ല രസമുണ്ട്, നല്ല സ്റ്റൈലും നല്ല ഒരു ഉണ്ട്. പക്ഷെ പുള്ളിക്ക് രണ്ടു മൂന്ന് അടിയുണ്ട്, ഒരു ഡാൻസ് ഉണ്ട്. അടി കൊള്ളാം, കുറെ നാളിന് ശേഷം അടി വന്നത്. പക്ഷെ കുറച്ച് ലെങ്ത് കൂടിപ്പോയാല് തോന്നി. ഇത്രയും അടി ഫൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. കാരണം ഒരുപാട് പേര് നമ്മൾ കന്നഡയിൽ നിന്നും തെലുങ്കിൽ നിന്നൊക്കെ വന്നിട്ടുണ്ടല്ലോ. കന്നഡയിൽ നിന്ന് വെച്ചിട്ടുണ്ടായിരുന്നു, തെലുങ്കിൽ അപ്പുറത്താണല്ലോ. അല്ല, ജയിലർ കണ്ടുപിടിക്കുക. ജയിലറിന്റെ ഒരു പാറ്റേൺ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അതായത് പുറത്തുനിന്നുള്ള ആൾക്കാരെ കൊണ്ടുവന്ന് ജയിലറിൽ അവർ ഓരോരുത്തരും വരുമ്പോഴും അതിന് വേറൊരു ക്യാരക്ടറിന് എടുത്തുണ്ട്. ഇപ്പൊ മോഹൻലാൽ കുറച്ചു നേരമേ ഉള്ളൂ, ബട്ട് സ്റ്റിൽ അത് ആ ഒരു ഫീല് ഭയങ്കര. മറ്റേ അങ്ങേര് വരുമ്പോഴും ശിവണ്ണ വരുമ്പം പിന്നെ അല്ലെങ്കിൽ ജയിലറിന് ഒരു വേറൊരു സ്വഭാവമുണ്ട്. അതിന്റെ വില്ലൻ വിനായകനായാലും വേറൊരു തരത്തിലുള്ള ഒരു വില്ലൻ. പിന്നെ കോമഡി, ഡാർക്ക് ഹ്യൂമർ, മൊത്തത്തിലൊരു കണ്ടിരിക്കാനും ഒരു വേറൊരു രസമാണ്. വിനായകന്റെ ചെറിയ സാധനങ്ങളുണ്ട്, മറ്റേ പാട്ട് ഇടണത്, അതൊക്കെ ഭയങ്കര ഇമ്പാക്ട് ഉണ്ടായിരുന്നു ഇതില്. പക്ഷെ ഇത് സൗബിനെ വെറും ചെണ്ടയായിട്ട് ഉപയോഗിച്ചതുപോലെ. പക്ഷെ സ്റ്റിൽ സൗബിൻ കൊള്ളാം. എനിക്ക് സൗബിന്റെ ക്യാരക്ടർ കൂടുതൽ മലയാളികളെയാണ് ഇവര് ചെണ്ടയായിട്ട് ഉപയോഗിക്കാറുള്ളത്. അത് ശരിയാണ് കേട്ടോ. ബാബുര അതിനെയും ബാബുരനെ വെച്ച് നോക്കുമ്പം സൗബിന് നല്ല ആ സ്റ്റാർ വാല്യൂ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത്രയും വലിയൊരു സിനിമയിൽ കിട്ടാവുന്നതിൽ അപ്പുറമുള്ള ഒരു റോളാണ് പുള്ളിയുടെ. ഇവിടത്തെ സ്റ്റാർ വാല്യൂം വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് റോൾ തന്നെയാണ് കിട്ടിയത്. എനിക്കാണ് മഞ്ഞുമൽ ബോയ്സിന്റെ ഇമ്പാക്ട് ആയിരിക്കും തോന്നുന്നത്. പിന്നെ ശ്രുതി ഹാസൻ ഉണ്ട്. ശ്രുതി ഹാസൻ പറയാ ഇത്രയും എന്തോ ഇടി നടക്കണ ഒന്നും ചെയ്യൂല, ഇങ്ങനെ അങ്ങ് നിക്കല്ലേ, ഓടുമില്ല ചാടുമില്ല അല്ലെ, ഇങ്ങനെ കഴുത്തിൽ പിടിക്കാൻ വരുവേ, ഇങ്ങനെ നിക്കും, ഇങ്ങനെ അങ്ങ് പിടിക്കാൻ പറ്റാത്ത. അതെന്താ പിടിക്കാൻ പറ്റാത്ത? റിയാക്ട് ചെയ്യുന്നില്ല ഒന്നും, ഒരു നിഷ്കു. പിന്നെ അതുപോലെ തന്നെ ഇതിലൊരു ഇതുണ്ട്. ഫസ്റ്റ് തന്നെ ഇപ്പം ശ്രുതിഹാസൻ ഇപ്പം രജനീകാന്തുമായിട്ടൊക്കെ ഒരു കണക്ഷൻ വരാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ അത് എന്താണ് അതിന്റെ റീസൺ എന്ന് കറക്റ്റ് ആയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടില്ല. അവർ തമ്മിലുള്ള പ്രശ്നമൊന്നും അത് നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും. അത് പക്ഷെ ഞാൻ ഇങ്ങനെ വിചാരിക്കും ഇനി എന്തെങ്കിലും ബാക്ക് സ്റ്റോറി പിന്നീട് കാണിക്കുമെന്ന്. ബാക്ക് സ്റ്റോറി കാണിക്കുന്നുണ്ട്, ബട്ട് സ്റ്റിൽ ഇതിന്റെ ഒരു സാധനം പറഞ്ഞിട്ടില്ല. അതും ഭയങ്കര വീക്കായിട്ട് തോന്നി. വീക്ക് റൈറ്റിംഗ് തന്നെ. ലോകേഷ് സിനിമയിൽ ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള സിനിമയാണ്. പിന്നെ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഇതിൽ എന്തിനാണ് അമീർ ഖാനെ കൊണ്ടുവന്നതെന്ന് എനിക്ക് റോളക്സ് ആണ്. ഹിന്ദിന്ന് ആരെങ്കിലും വേണ്ടേ? ഒരു ഒരാവശ്യമില്ല. അമീർ ഖാൻ ഇല്ലെങ്കിലും അമീർ ഖാന് രാവിലെ 5 മണിക്ക് 6 മണിക്കോ ഒരു ദിവസത്തെ ബ്രേക്ക് കിട്ടി നിക്കറും ഇട്ടുകൊണ്ട് വരും. ഒരു ഇമ്പാക്ട് ഒന്നുമില്ല. അമീർ ഖാൻ ഇത്രയും വലിയ സ്റ്റാർ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഉപേന്ദ്രയ്ക്ക് ഇതിനെക്കാട്ടി നല്ല അടിപൊളി സ്ക്രീനും നല്ലൊരു ഇതുണ്ട്. പക്ഷെ അമീർ ഖാൻ ആ ഒരു സാധനം അല്ല, അമീർ ഖാൻ ആ സ്പേസ് ഫില്ല് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അമീർ ഖാൻ ഇത്ര ഒരു മാസ് ഹീറോ ലൈനിൽ പിടിക്കാൻ പറ്റിയ ഒരാളാണ് എനിക്ക് തോന്നിയിട്ടില്ല.
അമീർ ഖാൻ ഭയങ്കര പോസിബിലിറ്റി ഉള്ള ഇതാണോടാ. ഇവരെയൊക്കെ ഈ ബാക്കിയുള്ള ആക്ടേഴ്സിനെ വെച്ച് നോക്കുമ്പോ കിടില് അമീർ ഖാൻ ആവണമായിരുന്നു. പക്ഷേ പുള്ളി അത് ഭയങ്കര കുറച്ച് കളഞ്ഞു. ഇപ്പം ഈ രജനീകാന്തിന്റെ ഓറ അല്ലെങ്കിൽ ഇപ്പം ഈ ഉപേന്ദ്ര അവരൊക്കെ സത്യം പറഞ്ഞാൽ ആ റീജിയനിലൊക്കെ ഭയങ്കര സ്വാഗ് ആയിട്ടുള്ള ആൾക്കാരാണ്. നാഗാർജുന ആയാലും. പക്ഷെ അതൊക്കെ അല്ലെങ്കിൽ അമീർ ഖാൻ അല്ലെങ്കിൽ പിന്നെ അവർക്ക് ഉണ്ടായിരുന്ന ഓപ്ഷൻ ഷാറുഖ് ഖാനും സൽമാനും ആയിരിക്കും. ചിലപ്പോ വിളിച്ചു കാണും, ചിലപ്പോ കിട്ടും. പിന്നെ വരാതിരിക്കൂല. എല്ലാരെയും വിളിച്ചു കാണും. എനിക്ക് അടുത്ത സിനിമ എല്ലാവർക്കും പേടി. രജനീകാന്തിന്റെ ഫോൺ കോൾ ആരെങ്കിലും കാണുകയാണെങ്കിൽ എടുക്കരുത്, കാരണം അടുത്ത സിനിമയ്ക്ക് വിളിക്കാനായിരിക്കും. മറ്റവർക്ക് രണ്ടുപേർക്കും ഭയങ്കര കിടിലായിരുന്നു. സൗബിന് കിടിലായിരുന്നു. ഇതില് പുള്ളിക്ക് കുറച്ച് കുറഞ്ഞു പോയി. അമീർ ഖാൻ ലാസ്റ്റ് വന്ന് കുറച്ച് കോമഡി ഒക്കെ അടിച്ച്. അല്ല, അമീർ ഖാൻ വരുന്ന സംഭവം, അമീർ ഖാൻ വരുന്നേ എന്ന് പറയണ തന്നെ ഭയങ്കര സംഭവമായിട്ട്. പക്ഷെ അമീർ ഖാൻ വന്നിറങ്ങിയപ്പം നിക്കറൊക്കെ ഇട്ട് ഒരുമാതിരി GTA 5 ഒരു ക്യാരക്ടർ പോലെ വന്ന് വെടിയും വെച്ച് നിൽക്കണ ഒരു പരിപാടി ആയിപ്പോയി. പിന്നെ ഒരു വളിച്ച കോമഡി ഒക്കെ അടിച്ചിട്ട് 1-2 കോമഡി അടിക്കും. ഒരു ഒരെണ്ണം എനിക്ക് ഇഷ്ടപ്പെട്ട് ഒരു സാധനം ഷെയർ ചെയ്യുമ്പോൾ പിന്നെ തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അനിരുദ്ധിന്റെ മ്യൂസിക് എന്ന് പറഞ്ഞപ്പോഴേ ഭയങ്കര ഇതായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ എവിടെയൊക്കെയോ ചിലയിടത്തൊക്കെ ഒരു മന്ദത എനിക്ക് തോന്നി. കോപ്പിയടിയുണ്ട്, എന്തൊക്കെയോ വേറെ കേട്ടിട്ടുള്ളതുമായിട്ടൊക്കെ സിമിലാരിറ്റി ഉണ്ട്. ചിലപ്പോ നേരത്തെ പറഞ്ഞ ChatGPT അല്ല, ചില സാധനമൊക്കെ കൊള്ളാം, ചിലയിടത്തൊക്കെ നല്ല രസമുണ്ട്. പക്ഷെ ബട്ട് സ്റ്റിൽ ചില സ്ഥലങ്ങളിൽ ഒരു ഓവറായിട്ട് തോന്നിയ ഓവറും ഉണ്ട്. കുറെ ഇടത്ത് കുറച്ച് ഓവറായിട്ടും തോന്നി. നമ്മുടെ മനസ്സിൽ ഇങ്ങനെ മെമ്മറീസ് അല്ല, ഇങ്ങനെ മനസ്സിൽ നിൽക്കുന്ന ഒരു മ്യൂസിക് ആയിട്ട് ഫീൽ ചെയ്തില്ല. ആക്ച്വലി നമ്മൾ ഇതിന് മുന്നേ കേട്ടതുകൊണ്ടും അല്ലേ, കൂലി പവർ ഹൗസ് ആ സാധനമൊക്കെ കുറച്ച് നേരത്തെ കേട്ടതുകൊണ്ടും ചിലപ്പോ ഇപ്പൊ നിൽക്കുമായിരിക്കും. പക്ഷെ ഓരോരുത്തർ ഇൻട്രൊഡക്ഷനിൽ വരുന്ന മ്യൂസിക് അങ്ങനെ അതൊന്നും നമ്മളങ്ങനെ ക്യാപ്ചർ ചെയ്തില്ല. അല്ല, എനിക്ക് ജയിലർ എന്നുള്ളൊരു പടം മൈൻഡിൽ കിടപ്പുണ്ട്. അപ്പം അതിന്റെ ഒരു ഇത് വെച്ചിട്ടാണ്, ബേസിലും വെച്ചിട്ടാണ് നമ്മള് കമ്പാരിസൺ വരുന്നുണ്ട്. എനിക്കും വരുന്നുണ്ട്. മീൻസ് നമ്മൾ കണ്ടോണ്ടിരിക്കുമ്പോ തന്നെ തോന്നും. പക്ഷെ അത് വെച്ച് നോക്കുമ്പം ചില സ്ഥലങ്ങളിൽ കുറച്ച് കമ്പയർ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഒരു ഓക്കെ പടമാണ്. ഇപ്പം ഭയങ്കര അട്ടർ ഡിസപ്പോയിന്റ് ആവറേജ് പടം, അട്ടർ ഡിസപ്പോയിന്റ് ഒന്നുമല്ല. കാര്യം രജനീകാന്ത് പടമൊക്കെ എടുത്തു വരാനൊക്കെ പാടാണ്. എക്സ്പെക്ടേഷൻ കൊണ്ടാണ് പറഞ്ഞത് ഒരു പ്രശ്നം. അല്ലാതെ ഒരു ലോകേഷും ഇതും മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരു ആവറേജ് പടം. അപ്പൊ അതാണ് നമ്മളുടെ ഒരു എന്താണ് ഒപ്പീനിയൻ. എനിക്ക് ഓക്കേഷായിരുന്നു പടം. അവിടെ ഇവിടെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ശ്രീകാന്തിന് ഇഷ്ടപ്പെട്ടെന്നാണ് ഇഷ്ടപ്പെട്ടെന്നല്ല, ഓക്കെ ആണ്. അങ്ങനെ ഭയങ്കര ഡിസപ്പോയിന്റഡ് ഒന്നും അല്ല. ഞാൻ വിചാരിച്ച് ഫസ്റ്റ് തുടങ്ങിയപ്പോ വിചാരിച്ച് ഇത് ഭയങ്കര ഫ്ലോപ്പ് ആയി പോകുന്നു വിചാരിച്ചു. പക്ഷെ അത് വെച്ച് നോക്കുമ്പോ കുഴപ്പമില്ല, സാറ്റിസ്ഫാക്ഷൻ കിട്ടി. സാറ്റിസ്ഫാക്ഷൻ അവിടെ എവിടെയൊക്കെ കൊള്ളായിരുന്നതായിട്ട് എനിക്ക് തോന്നിയാണ്. എവിടെയൊക്കെ അങ്ങനെ ഒരു കിടിലൻ പടം അല്ല, എന്നാ ഭയങ്കര മോശമല്ല, ഒരു മിഡിൽ ഗ്രൗണ്ട് അല്ല. 2 പ്രാവശ്യം പറയാം. കൊള്ളാമോ കൊള്ളൂലേ? കൊള്ളാം, ഓക്കെയാണ്. കൊള്ളാമോ കൊള്ളൂലേ? കൊള്ളാമോ കൊള്ളൂലേ? കൊള്ളൂല. അതാണ് നമ്മുടെ ഒപ്പീനിയൻ. നിങ്ങൾ കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായവും കമന്റിൽ അറിയിക്കുക. ചിലപ്പോ ഇഷ്ടപ്പെടുന്നവർ കാണും, കാണൂല. അത് കുഴപ്പമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും വിയോജിപ്പുണ്ടെങ്കിൽ അതും കൂടെ എഴുതി അറിയിക്കുക. എന്താണ് നമ്മൾ പറഞ്ഞത് തെറ്റ്, ഇപ്പൊ നമ്മൾ പറഞ്ഞതിൽ ഡിഫറെന്റ് ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ അത് പറയുക. അപ്പൊ മറ്റൊരു റിവ്യൂവുമായിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ.